പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് നാമൊക്കെ സൗഖ്യമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ നേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 24-25 ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ആ സമയത്തെ ദൈവത്തിൻ്റെ ആ സൈലൻസ് അതെത്രമാത്രം ഡെസ്പറേറ്റ് ആയിരുന്നു അല്ലേ? പിതാവാം ദൈവം സകലതും കണ്ടുകൊണ്ടായിരിക്കുന്നത്. നാമൊക്കെ ചിലപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിള് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിൽ നിന്നൊരു വാക്ക് എനിക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ ദൈവമക്കളെ? സൈലൻസ് ആയിരിക്കും ലഭിക്കുന്നത് അല്ലേ? നിൻ്റെ കുഞ്ഞ് എപ്പോഴെങ്കിലും സിക്കായിട്ട് നീ ദൈവത്തോട് യാചിക്കുമായിരിക്കും, കർത്താവേ ഒന്ന് ഹീൽ ചെയ്യണേ. സൈലൻസ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ ലഭിച്ചിരിക്കുന്നത് അല്ലേ? ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിന് ഒരു ഡയറക്ഷൻ വേണമെന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമായിരിക്കാം അല്ലേ? പക്ഷേ സൈലൻസ് അല്ലേ ഉത്തരം? ഞാൻ ഈ ജോലി എടുക്കണോ വേണ്ടയോ? അതോ ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യണോ വേണ്ടയോ? സൈലൻസ് അല്ലേ ഉത്തരം? ഈ സമയം ഭൂമി പിളർന്നു പോകുന്ന പോലെ തോന്നും. അതായത് എന്തോ ചെയ്യണമെന്നറിയാൻ മേലാതെ നീ കുഴഞ്ഞിരിക്കുക. പ്രാർത്ഥിക്കുന്നുണ്ട് നീ, പക്ഷേ സൈലൻസ് അല്ലേ ഉത്തരം? ദിവസം നീണ്ടുപോവുക, ആഴ്ചകളായി നീണ്ടുപോവുക. ചിലതൊക്കെ സത്യമെന്ന് നാം വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ആ വിശ്വസിക്കുന്നതുമായി നീ മല്ല് പിടിക്കുമല്ലേ? നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ദൈവം സ്നേഹവാനാണ്, അവൻ കരുണയുള്ളവനാണ്. വി ബിലീവ് ദാറ്റ് ഹീ ഈസ് എ ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. എല്ലാവിധ ആശ്വാസവും നമുക്ക് തരുവാൻ അവന് കഴിയും. അവൻ നമുക്കായി കരുതുന്നുണ്ട്, അത് നാം വിശ്വസിക്കുന്നു. അവൻ നമ്മോട് സംസാരിക്കും, തൻ്റെ ജനത്തോട് അവൻ സംസാരിക്കും, അത് നാം വിശ്വസിക്കുന്നു. നാം വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നാം ഇപ്പോൾ ജീവിക്കുന്നത് അവൻ്റെ നിശബ്ദതയ്ക്കകത്താണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഉച്ചത്തിൽ യേശുവേ എന്ന് വിളിക്കാമോ? അവൻ്റെ നാമം ഒന്ന് ഉച്ചരിക്കാമോ? കോൾ ഓൺ ദ നെയിം ഓഫ് ദ ലോർഡ്. ചില സമയത്ത് ഓർത്തുകൊള്ളണമേ, നമ്മുടെ ഓരോരുത്തരുടെ മേലും ഓരോ വിധത്തിലുള്ള യുദ്ധങ്ങൾ കടന്നു വരും. അതൊരു യുദ്ധമാണ്. നമുക്ക് ഓർക്കും ഇത് വലിയ പോരാട്ടമാണല്ലോ, പക്ഷെ ഓർത്തോണം, സാത്താൻ്റെ സമയം തീരുക. അതാണ് ഞാൻ കുറിവാക്യത്തിൽ പറഞ്ഞല്ലോ, നമുക്കൊരു മഹാപുരോഹിതനാണുള്ളത്. ആ മഹാപുരോഹിതൻ നമ്മോട് കരുണ കാണിക്കുന്നവനാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ അതല്ലേ പറയുന്നത്, അതല്ലേ നാം കാണുന്നത്? ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്ന ദൈവം നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണെന്നേ. അവൻ പ്രാപ്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു വാക്കുപോലും പ്രാർത്ഥിപ്പാൻ കഴിവില്ലാത്ത അവസരം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ഓർത്തോണേ, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി
ദൈവികത പ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നവനാ പരിശുദ്ധാത്മാവ്. ഫോർ എക്സാമ്പിൾ, വി ഡോണ്ട് നോ വാട്ട് ഗോഡ് വോണ്ട്സ് അസ് ടു പ്രേ ഫോർ. പക്ഷെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കും ഞരക്കങ്ങളാൽ. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് വേർഡ്സിലൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും. പക്ഷേ പിതാവാം ദൈവത്തിന്, കുഞ്ഞെ എൻ്റെ ഹൃദയം അറിയാം, കുഞ്ഞെ നിൻ്റെ ഹൃദയം അറിയാം. ദേവദാസി, ഹല്ലേലൂയ, ആത്മാവ് എന്താണ് പറയുന്നതെന്ന് നമ്മുടെ അപ്പന് മനസ്സിലാകും. The Spirit pleads for us, believers, in harmony with God's own will. അതുകൊണ്ട് നിൻ്റെ ചോദ്യങ്ങളൊന്നും യേശു കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിൽ നീ ഭാരപ്പെടേണ്ട. നിന്നെ അവൻ ചേർത്ത് പിടിച്ചിരിക്കുക. നിന്നെ അവൻ കേൾക്കുന്നുണ്ട് കേട്ടോ. മഹത്വകരമായ ഒരു സത്യമാണ്. നമ്മുടെ ദൈവം നമ്മുടെ വേദനയേക്കാൾ വലിയവനാണ്. ആ ദൈവമാണ് നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, നിന്നെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, the perfect Lamb of God. Hallelujah. The one who spoke the world into being is with you. തൻ്റെ വാക്കിനാൽ ഈ ഭൂമിയെ മുഴുവൻ ഉളവാക്കിയ ദൈവം കുഞ്ഞെ നിന്നോടുകൂടെയുണ്ട്. നിനക്ക് ചിലപ്പോൾ അവൻ്റെ പ്ലാൻ കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ ഹീസ് വർക്കിംഗ്. നിനക്ക് അവൻ്റെ സാന്നിധ്യം നിനക്ക് ഫീൽ ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ ഓർത്തോണേ ഹീസ് വർക്കിംഗ്. എൻ്റെ പ്രിയ കുഞ്ഞെ, നീ ഒറ്റയ്ക്കല്ല. ഈ സൈലൻസിലും ദൈവം നിന്നോടുകൂടെയുണ്ട്. സ്വർഗം നിന്നെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. നിൻ്റെ തലമുറ ഓർത്ത് നീ ഭാരപ്പെടുമായിരിക്കും, പക്ഷെ സ്വർഗം നിന്നെ ചിയർ ചെയ്യുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നമ്മുടെ മുമ്പിൽ യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെട്ട ആ ക്രൂശ് ഇല്ലേ നിൻ്റെ മുമ്പിൽ? നീ പിടിച്ചു നിൽക്ക്, വിട്ടുകളയരുതേ. യു വിൽ ഹോൾഡ് ഓൺ ടു ജീസസ്. യേശുവിനെ നീ മുറുകെ പിടിക്ക്. അവൻ നിന്നെ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്നാണെന്ന് പറയത്തില്ലേ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളി വരും. എപ്പോഴാണെന്നറിയാമോ? ദ വേവ്സ് ഓഫ് അവർ പാസ്റ്റ് മിസ്റ്റേക്സ് ഓർ റോങ് ചോയ്സസ് often wash up on the shore of our souls when things go wrong. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. നാം ഓർക്കും, ഞാൻ കാരണമാണ് ഇങ്ങനെ വന്നത്. പലപ്പോഴും പല സംശയങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ വന്നത്? എൻ്റെ ആ സ്റ്റുപ്പിഡ് ബിഹേവിയറോടാണോ ഇപ്പോൾ ഞാനിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? ഞാൻ ദശാംശം കൊടുക്കുന്നതിലും എളിയവരെ സഹായിക്കുന്നതിലും വിശ്വസ്തയല്ലായിരുന്നുകൊണ്ടാണോ എനിക്കിപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ നീ തന്നെ ചിലപ്പോൾ നിന്നോട് ചോദിക്കും, ഞാൻ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചോ? എനിക്ക് വിശ്വാസമില്ലാതിരിക്കുന്ന സമയത്ത് ഭാരം ചുമക്കുന്ന അനേക സഹോദരിമാരോട് ഒപ്പിച്ച് ചോർന്നിരുന്ന് സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം അവരോട് ക്ഷമിച്ചപ്പോൾ പോലും നീ അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള സമയങ്ങളില്ലേ? ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാം പാപങ്ങൾ അവൻ ദൂരെ അകറ്റി കളയുന്നവനാണ്. 103 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം ഇങ്ങനെ പറയുന്നത്, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. വിശ്വസിക്കാമോ? എത്ര നല്ലൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ പാപങ്ങളെ നമ്മോട് അകറ്റുന്നവൻ. നമ്മളാരും നമ്മുടെ മനസ്സിനകത്ത് ചില സ്കെയിലുകളൊന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആ ഫൊർഗീവ്നെസ് ഉണ്ടല്ലോ, അത് വലുതാണ്. പലപ്പോഴും തോന്നിയിട്ടില്ലേ ചിലതൊക്കെ സംഭവിക്കുമ്പോൾ
ഞാനത് ഡിസേർവ് ചെയ്യുന്നു, അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചതെന്ന്. പ്രൈസ് ഗാഡ്. ദൈവമക്കളെ, നമ്മുടെ ദൈവം നല്ല ദൈവമാണ്, കൈവിടാത്തവനാണ്. അവൻ സകലതും കാണുന്ന ദൈവമാണ്. അവൻ നമ്മോട് കൂടെ ഇരിപ്പുണ്ട്. അവൻ നിന്നെ ഉദ്ധരിക്കും. നിന്നെ അവൻ കരം പിടിച്ചുയർത്തും. നിന്നെ അവൻ വഴി നടത്തും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നീ നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം. ജീവിതത്തിൽ തന്നിരിക്കുന്ന ചലഞ്ചസിനായിട്ട് സ്തോത്രം. ആ ചലഞ്ചസിൻ്റെ മുമ്പിൽ ഞങ്ങൾ തോറ്റുപോകാനുള്ളവരല്ല. ജയത്തോടെ നിൽപ്പാൻ, ജയകരമായ ക്രിസ്തു ജീവൻ നയിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളോട് സകലതും ക്ഷമിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെ ഒരു ക്ലീൻ സ്ലേറ്റാക്കി ഇന്ന് രാവിലെ കാലം നിർത്തിയിരിക്കുന്നതിനാൽ സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ നിലവുള്ള നിരൂപണങ്ങളിൽ, മറ്റുള്ളവരോടുള്ള ഇടപാടിൽ ഞങ്ങളോട് തന്നെ ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് രാവിലെ കാലം കഴുകി ഹല്ലേലൂയ ഒരു നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ, ക്രിസ്തു ജീവൻ നയിപ്പാൻ നിങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.